കമ്പനി ഒരുപാട് ഫോറക്സ് ട്രേഡിങ്ങും ക്രിപ്റ്റോ ട്രേഡിങ്ങും ഒരുപാട് മേഖലയിലൂടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ശൃംഖലയുള്ള ഒരു മേഖലയിലുള്ള ആളാണ് നമ്മളെ സിഇഒ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇവിടെ ഫോറക്സ് ട്രേഡിങ്ങിലൂടെയാണ് നമുക്ക് പ്രോഫിറ്റ് തരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ അവരെ സംബന്ധിച്ച് അവർക്ക് ഡെയിലി പ്രോഫിറ്റ് കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുന്നു? കമ്പനി നടത്തുന്ന ട്രേഡിങ്ങിന്റെ പ്രോഫിറ്റ് ഡെയിലി നമുക്ക് എത്ര കിട്ടുന്നു? ആവറേജ് 1% നമുക്ക് തരുന്നു. 1% ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞില്ല, നമുക്ക് കമ്പനി പിന്നെ ട്രേഡിങ്ങിലൂടെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തരുന്നത് എത്രയാണ്? ആവറേജ് 1%-ന് മീതിയായിട്ടാണ്. ആവറേജ് നമുക്കൊരു 1% കൂട്ടാം. അപ്പൊ ഇവിടെ ഏത് സാധാരണക്കാരനും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഏത് സാധാരണക്കാരൻ ഞാൻ പറയാലോ, നമ്മുടെ സാധാരണ ഒരു ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരാള് ചെറിയൊരു ഷട്ടർ റൂം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനും കൊടുക്കണം അഡ്വാൻസ്. അതിനൊരു ബോർഡൊക്കെ വെച്ച് വരുമ്പോഴും അവിടെയും പൈസക്ക് ചെലവുണ്ട്. ഇനി അത് പോട്ടെ, വേറെ ഒരു മുറുക്ക കച്ചവടം അല്ലെങ്കിൽ കടല കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിലോ, ഒരു വണ്ടിയൊക്കെ സംഘടിപ്പിക്കണമെങ്കിലും അവിടെയും എക്സ്പെൻസ് ഉണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം $50 ഈ ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് $50 പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മളെ ഇന്ത്യൻ മണിയിൽ നടക്കുമ്പോൾ $1 90 രൂപയാണെങ്കിൽ $50 4500 രൂപ, 59 45 രൂപ, അതായത് 4500 രൂപയിൽ സുഹൃത്തുക്കളെ ഈ ബിസിനസ്സിലോട്ട് കയറി വരാം. ഈ ബിസിനസ്സിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ആളെ വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യുക. ഇനി വർക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി 1% തരുന്നുണ്ടെന്ന്. 4500 ആകുമ്പോൾ എത്ര ഉണ്ടാവും? $0.5 ഉണ്ടാവും. 1%-ന്റെ പകുതി ഉണ്ടാവും, $0.5. അതായത് 1500-ന്റെ 1% പറഞ്ഞാൽ $0.5 ഉണ്ടാവും, 45 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇത് നമ്മൾക്ക് ഈ ബിസിനസ്സിലോട്ട് കയറി വരാനുള്ളൊരു അവസരമാണ്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമുക്കിത് ടോപ്പപ്പ് ചെയ്ത് പോകാം. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഈ ഒരു ബിസിനസ്സിലേക്ക് കയറി വരാൻ വേണ്ടത് എത്രയാണ്? $50 കയറി വരാം. $50, $100, $250, 500, 5000, 10000 എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടി കൊണ്ടുപോകാം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വ്യക്തി മിണ്ടാതിരുന്നാലും എത്ര ദിവസം നമുക്ക് വരുമാനം കിട്ടും? കാലകാലം കിട്ടുമോ? ഇല്ല. എത്ര ദിവസം കിട്ടും? 225 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഇതിന്റെ വരുമാനം കിട്ടും. അത് മതിയോ? അല്ല. എന്താ കാരണം? നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോ നമുക്ക് 10% ഇതിന്റെ അപ്പ സ്റ്റോക്കിന് നമുക്ക് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തരുന്നത് ഇപ്പോ 9 രൂപ വില വരിക്കുന്ന ഒരു കോയിനാണ്. നമുക്ക് എന്താ വെച്ചാൽ നമുക്കിപ്പോ കിട്ടുന്നത് 9 രൂപ വില വരുന്ന ടോക്കൺ ആയിരിക്കും. നമ്മളത് രജിസ്റ്റർ ചെയ്ത്, അതായത് നമ്മളെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നാണോ 2 മാസത്തിനുള്ളിൽ നമ്മൾ ലിസ്റ്റ് ഒക്കെ ചെയ്ത് വരുമ്പോ നമുക്ക് ഇന്ന് BEP20 റേറ്റ്, അതായത് ഒരു 30 രൂപയിലൊക്കെ എത്തും. അതിൽ മീതെ വരാം. ആ എത്തുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് 1,00,000 രൂപയാണ് നിങ്ങൾ ചെയ്തത് വിചാരിച്ചാൽ 10,000 രൂപയുടെ 10,000 അപ്പെക്സ് ടോക്കൺ കിട്ടും. $1 സുഹൃത്തുക്കളെ അതിന്റെ വില വെച്ച കണക്കൂട്ടി നോക്കി എത്ര ഉണ്ടാവും? കമന്റ്സ് അയച്ചോളൂട്ടാ. നിങ്ങൾക്ക് കിട്ടുന്ന ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റിന് പുറമെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വ്യക്തമായിട്ട് പറയാം. അതൊരു 1 lakhലേക്ക് മാറ്റുകയാണ്. എനിക്ക് പറയാനൊരു സുഖം, കണക്കിന് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടിലും ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില് പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുത്താലേ പറ്റുള്ളൂ. എന്ത് കാര്യം നമ്മൾ പഠിച്ചാലേ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ പഠിച്ചുണ്ടാക്കിയതാ. അപ്പൊ ഞാൻ ഇതൊരു 1 lakhലേക്ക് മാറുകയാണ്. 1,00,000 രൂപയ്ക്ക് ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തു, ഒരാളോടും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 11,000 അപ്പെക്സ് ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. ഇതിന് പുറമെ ഇയാൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? 11,000 അപ്പെക്സ് ടോക്കൺ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് സ്ട്രൈക്കിംഗ് റിവാർഡായിട്ട് എത്ര രൂപ കിട്ടുന്നു? ഞാൻ പറഞ്ഞു, ആവറേജ് 1% കിട്ടുന്നുണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? 1000 രൂപ ഉണ്ടാവും. 1000 രൂപ ആഴ്ചയിൽ എത്ര ദിവസം കിട്ടും? ആഴ്ചയിൽ 5 ദിവസം കിട്ടും. ശനി ഞായറും ഇട്ടേക്ക്. ശനി ഞായറും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 5 ദിവസം ആകുമ്പോ ഇവിടെ 5000 രൂപയായി. 5000 ഇൻറ്റു 4 ആഴ്ചയാകുമ്പോ 20,000 രൂപ മന്ത്ലി അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു 1 lakh ചെയ്തു, 20,000 രൂപ നമുക്ക് കിട്ടുന്നത്. ഇത്ര കൂടുതലൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നത് എന്താ? USDT-യിലാണ്. അപ്പൊ നമുക്ക് $1 നമുക്ക് വില കൽപ്പിക്കുന്നത് 90 രൂപയാണ്.
ഇന്ത്യൻ മണി ഇതും കൺവേർട്ട് ചെയ്യുമ്പോൾ 90 രൂപ മാറ്റം ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 20,000 രൂപയാണ്. ഇത് കാലാകാലം കിട്ടുമോ? യെസ്, അതിനുള്ള മറുപടി ഞാൻ തരാം. ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും ഉണ്ട്, വർക്കിംഗ് പ്ലാനും ഉണ്ട്. ഓക്കെ, ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പിന്നീട് തരാം. അപ്പോ ഇവിടെ 20,000 രൂപ നമുക്ക് കിട്ടും. 20,000 രൂപ മന്ത്ലി കിട്ടുമ്പോൾ നമുക്ക് കാലാകാലം ഇത് കിട്ടുമോ? ഞാൻ പറഞ്ഞു ഇതിനൊരു ലിമിറ്റ് ഉണ്ട്, സ്ട്രൈക്കിംഗ് പീരീഡ് ഉണ്ട്. 225 ദിവസം നമുക്കിതില് 225 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കിട്ടും. അതായത് 2,25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ഏകദേശം ഒരു 11 മാസം കൊണ്ട്, അയാൾ 4-5 മാസം കൊണ്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും ബാക്കി ഒരു 5-6 മാസം കൊണ്ട് അയാളെ പ്രോഫിറ്റും കൂടിയിട്ട് കിട്ടും. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ 225 ദിവസം കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് നമ്മൾ അപ്പെക്സ് ടോക്കണില്ലേ വിൽക്കാൻ തയ്യാറാണെങ്കിൽ സുഹൃത്തുക്കൾ, $1 അന്ന് വില. കമ്പനി പറയുന്ന ഒരു $6 $5 ഒക്കെ ആവുന്ന ഒക്കെ വിട്ടേക്ക്. $1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 11,000 അപ്പെക്സ് ടോക്കൺ ഉണ്ടാവും. കണക്കിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂട്ടിയാൽ മതി. 11,000 × 90, അത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റ് വേറെയും കിട്ടും. ഇത് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുമ്പോ ഇതിന്റെ വില കൂട്ടുന്നത് കമ്പനിയാണോ? പല ആൾക്കാരും ചോദിക്കുന്നത് എങ്ങനെ കമ്പനി ഈ പൈസക്ക് തരാന്നുള്ളത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളൊരു 5 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10 കൊല്ലം മുമ്പ് ഒരു പവൻ സ്വർണ്ണം എടുത്തു. ആ സ്വർണത്തിന്റെ വില ഇപ്പൊ നോക്കിയൊക്കെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക. ആ കുതിച്ചു കയറുന്ന സ്വർണം സത്യത്തില് ജ്വല്ലറിക്കാരാണോ വില കൂട്ടിയത്? മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇവിടെ. ഈ മാർക്കറ്റില് കൊടുക്കൽ വാങ്ങലാവുമ്പോ എന്ത് സാധനത്തിനും ഇതുണ്ടാവും, മൂല്യം ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 കോടി കോയിനാണ് ബിറ്റ് കോയിൻ എന്നുള്ള സംഭവം ഉള്ളത്. ഞാനൊക്കെ മെഡിക്കൽ ഷോപ്പുള്ള സമയത്ത് 9 രൂപയ്ക്ക് എൻ്റെ അടുത്ത് വന്ന സാധനമാണ്. ഇപ്പൊ ട്രംപ് അധികാരത്തിൽ എത്തിയ സമയത്ത് 1 കോടിയിൽ ടച്ച് ചെയ്തത്. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അന്നൊരു 10 കോയിൻ വാങ്ങാൻ പ്രാപ്തിയുള്ള ആളുകളാണ് ഇന്ന് ഈ മീറ്റിംഗിൽ കേൾക്കുന്നവരൊക്കെ. അന്ന് 10 കോയിനോ 100 കോയിനോ വാങ്ങാൻ പ്രാപ്തിയുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. എന്തുകൊണ്ട് വാങ്ങിയില്ല അറിയോ? നമ്മളിതിനെ നോർമൈൻഡ് ആക്കി വിട്ടു. ഇതൊന്നും നടക്കണ കാര്യമല്ല എന്നുള്ള രീതിയിൽ മൈൻഡിലെടുത്തു. കാലം അത് തെളിയിച്ചു. പല ആളുകളും വാങ്ങിച്ചു. പല ആളുകളും ഇതൊരു തമാശ രൂപത്തിൽ വാങ്ങിയിട്ട് ഡയറിയിലും കലണ്ടറിന്റെ ബാക്കിലൊക്കെ ഐഡിയും പാസ്വേഡ് എഴുതി വെച്ചു. പിന്നീട് ഇതിന് വില കൂടുമ്പോ ഇതിന്റെ ഐഡിയും പാസ്വേഡും മറന്നുപോയി. അന്നത് ഒരു തമാശ രൂപത്തിൽ എടുത്ത ആളുകൾ മറന്നുപോയി. ഇന്ന് ആളുകൾ തമാശ രൂപത്തിലൂടെ അല്ല എടുക്കുന്നത്. ഇന്ന് ഓരോ വ്യക്തികളുടെയും ഓരോ ആളുകളും ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട ഓരോ ആളുകളുടെയും പല രീതിയിലുള്ള കോയിൻസ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വില കൂടുക കുറയുന്നുള്ളതല്ല, അവർക്ക് കാലഘട്ടത്തിന്റെ പോക്ക് മനസ്സിലായി. ഇന്ന് രാജ്യം ഭരിക്കുന്നപ്പോ ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മൾ ഇനി ക്രിപ്റ്റോയിലേക്ക് മാറാൻ പോവാണ്. പണ്ട് നാണയത്തിൽ നിന്നും, അതായത് പാട്ട സമ്പ്രദായത്തിൽ നിന്ന് പൈസയിലേക്ക് മാറി, പൈസയിൽ നിന്നും അതായത് 8 അണ 4 അണ എന്നൊക്കെ പറഞ്ഞ സാധനം രൂപയിലേക്ക് മാറിയിട്ട് വർഷങ്ങളോളായിട്ട് ഇപ്പൊ രൂപയിൽ തന്നെയാണ് നമ്മള്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ക്യാഷ് ഏതിലിട്ടാണ് നടക്കുന്നത്? അക്കൗണ്ടിലാവും. ഒരു ചായ കുടിച്ചാൽ നമ്മൾ സ്കാൻ ചെയ്യും, ഒരു കടല വാങ്ങിയ സ്കാൻ ചെയ്യും, ഒരു ഫുഡ് കഴിച്ച സ്കാൻ ചെയ്യും, ഡ്രസ്സ് വാങ്ങിയ സ്കാൻ ചെയ്യും. ബസ്സിലെ ടിക്കറ്റിന് വരെ സ്കാനർ ആയി കഴിഞ്ഞു. KSRTC നിർബന്ധമാക്കുന്നുണ്ട്. ഗണേഷ് കുമാർ ഇപ്പതാ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, KSRTC ഗൂഗിൾ പേ നിർബന്ധമാക്കണം. അപ്പൊ ഓരോ മേഖലയിലും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുമ്പോ സുഹൃത്തുക്കളെ, നമ്മളാണ് മാറാത്തത്. പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴും നമ്മൾ മാറാൻ തയ്യാറാവണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്ത്, ഇങ്ങനത്തെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വില കൂടുമെന്നുള്ളതൊക്കെ ചോദ്യത്തിനുള്ള മറുപടി ഏകദേശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അത് വാങ്ങി വിൽക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്നു, കിട്ടുന്ന പ്രോഫിറ്റ് വന്നു വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് സാധാരണ നമ്മളൊരു മലയാളികൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് മൈൻഡുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു വരുമാനം കിട്ടുന്നതുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യാൻ തയ്യാറായി ഒരു വരുമാനം കിട്ടുന്നതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മൾ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഹലോ കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ. നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കമ്പനി വലിയ രീതിയിൽ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. നിങ്ങൾക്ക് കിട്ടുന്ന ഏർണിങ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം സ്വാഭാവികമായിട്ട് ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു ജോയിൻ ചെയ്തു, ഒരു $50 അല്ലെങ്കിൽ $100 അല്ലെങ്കിൽ $1000 നമ്മൾ ജോയിൻ ചെയ്തു, ഡെയിലി ഒരു 1000 രൂപ കിട്ടുമ്പോൾ, അഷ്റഫുക ഞാനൊരു അപ്പെക്സ് ടോക്കൺ എന്നുള്ള പരിപാടി ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡെയിലി പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ എന്റെ ലീഡേഴ്സ് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയാം. എനിക്ക് ഡെയിലി പ്രോഫിറ്റ് വരുന്നുണ്ട്, എന്റെ അക്കൗണ്ടിലേക്ക് ലീഡേഴ്സ് മാറ്റി തരുന്നുണ്ട്.
നിങ്ങളിത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന അതേപോലെ നിങ്ങൾക്കും സാധ്യത ഉണ്ട്. നിങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്റെ ലീഡേഴ്സിനെ പറഞ്ഞുവിടാം. ഇതാണ് ഒരു വർക്ക് കിട്ടാ. ഇത്ര നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഒരു വർക്ക് സിമ്പിൾ ആണ്. നമുക്ക് വരുമാനം കിട്ടുന്നത് നമ്മൾ അയൽവാസിയോടോ സുഹൃത്തുക്കളോടോ പറയുന്നു, എടാ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, സംഭവത്തിനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഞാൻ അപ്പൊ കേട്ടപ്പോ എനിക്ക് നല്ലതാ തോന്നി, എനിക്ക് വരുമാനം വരുന്നുണ്ട്, ഇത്ര രൂപ വെച്ച് ഞാൻ വിഡ്രോ ചെയ്യുന്നുണ്ട്, എന്റെ ബാങ്കിലേക്ക് വരുന്നുണ്ട്, ക്രിപ്റ്റോ USDT ആയിട്ട് മാറ്റിയെടുക്കാം. ഇപ്പൊ കുടുംബത്തിൽ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ഞാൻ വൈഫിന്റെ പേരിലേക്ക് മാറ്റി കൊടുക്കണം, അവളെ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും അത് ചെയ്തു കൊടുത്തോണ്ട് പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കലില്ല. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കവിടെ 10% നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. എങ്ങനെയറിയോ? ഈ ഒരു 1 lakh ചെയ്ത വ്യക്തി എ എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി ഒരു 1 lakh ആണ് ചെയ്തതെന്നെങ്കിൽ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ വ്യക്തി എത്രയാണോ ചെയ്തതിന്റെ 10%. റഫറൽ കമ്മീഷൻ. ഫസ്റ്റ് റഫറൽ കമ്മീഷൻ എത്ര ശതമാനമാണ്? 10%. 10% എത്ര ഉണ്ടാവും 1 lakhന്റെ? സുഹൃത്തുക്കളെ 10,000 രൂപ. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് വരുമാനം കിട്ടുന്ന കാര്യം നമ്മൾ മറ്റുള്ള ഒരാളോട് പറഞ്ഞു. നിങ്ങളല്ല, നിങ്ങൾ ലീഡേഴ്സിനെ വിളിച്ചു, അവരോട് കാര്യം പറഞ്ഞു, അവരെല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം വില്ലിങ് ആയി. അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു 1 lakh ചെയ്യാൻ തയ്യാറായി. ആരാണ് സ്പോൺസർ? നിങ്ങളാണ് സ്പോൺസർ. നിങ്ങൾ സ്പോൺസർ ചെയ്തപ്പോ എത്ര രൂപ കിട്ടി നിങ്ങൾക്ക്? നിങ്ങളെ താഴെയാണോ ബിസിനസ് വന്നല്ലോ, അപ്പൊ നിങ്ങൾക്കല്ലേ തരണ്ട്. അപ്പൊ വീണ്ടും ഒരു 10,000 രൂപ കിട്ടി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീ നാളെ തൊട്ടിട്ട് ഇന്ന് ചെയ്തു, നാളെ തൊട്ടിട്ട് എത്ര പെർസെന്റേജ്? 1% 1000 രൂപ വെച്ച് കിട്ടില്ലേ? കിട്ടുവോ? കിട്ടില്ലേ? കിട്ടിയിരിക്കും. അപ്പൊ നമുക്കിവിടെ 2 കാറ്റഗറി ഉള്ളത്. ബൈനറി എന്ന് പറയും. അതായത് നമ്മളെ ഹെഡ് ഒരു ഐഡിയ, നമ്മളെ മെയിൻ ഐഡിയ ആണെന്ന് വിചാരിച്ചോ. നമ്മളെ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്. ഇത് റൈറ്റ് ഹാൻഡ്, ഇത് ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ലെഫ്റ്റ് ഹാൻഡില് നമ്മൾ എന്ത് ചെയ്തു? ലീഡേഴ്സ് പറഞ്ഞു തന്നു, റൈറ്റിലും ലെഫ്റ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ലെഫ്റ്റിൽ എന്ത് ചെയ്തു? നമ്മളെ കുഞ്ഞമ്മയുടെ മോനെ അല്ലെ ഭാര്യയുടെ അനിയത്തിനെ ആരുടെയെങ്കിലും പേരിൽ നമ്മൾ ഒരു ഐഡിയയും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചു. അവരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലീഡേഴ്സിനൊക്കെ പോയി കണക്ട് ചെയ്ത് ഒരു 1 lakh കൂടി ഇവിടെ ചെയ്തു. അപ്പോഴും നമുക്ക് എത്ര കിട്ടി? 10,000 രൂപ കിട്ടി. 2 വ്യക്തികൾ വന്നപ്പോ അവർക്ക് വരുമാനം വാങ്ങിക്കൊടുക്കുമ്പോ നമുക്ക് എത്ര രൂപ കിട്ടി സുഹൃത്തുക്കളെ? 20,000 രൂപ കിട്ടി. തീർന്നിട്ടില്ല കേട്ടാ, വരുമാനം ഇനിയുണ്ട്. എവിടെ? ഇനി 20,000 വരുമാനം കിട്ടിയതിന് പുറമെ ഇവിടെ ഒരു മാച്ചിങ് ബോണസ് ഉണ്ട്. എന്താണ് മാച്ചിങ് ബോണസ്? നമ്മളെ റൈറ്റിലും ലെഫ്റ്റിലും ഒരേ ബിസിനസ് ആണെങ്കിൽ സെയിം പെർസെന്റേജ് നമുക്ക് ഇവിടെയും കിട്ടും. അതിനൊരു ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ വന്നത് $450, അതായത് $50 അപ്പൊ നമുക്ക് 4,500 നമ്മൾ വന്നിട്ടുണ്ടാവുക. $100 9,000 വന്നിട്ടുണ്ടാവുക. $200 18,000 വന്നിട്ടുണ്ടാവും. ഇവിടെ എത്രയാണോ നമ്മളെ ക്യാപിറ്റൽ എമൗണ്ട് അതിനനുസരിച്ചിരിക്കും ഇവിടെ മാച്ചിങ് ബോണസ്. ഇവിടെ 4,500 നമ്മൾ വന്നതെങ്കിൽ, $50 നമുക്ക് വന്നതെങ്കിൽ എത്ര ഇവിടെ മാച്ച് ചെയ്ത് കിട്ടുള്ളൂ? 4,500 കിട്ടുള്ളൂ. നമ്മളൊരു $1,000 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 10,000 രൂപ നമുക്ക് കിട്ടും. അപ്പൊ 2 വർക്ക് എടുക്കുമ്പോ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര രൂപ കിട്ടി നമുക്ക്? വലിയ എമൗണ്ട് എഴുതാനാണ് തോന്നണതേ. 30,000 രൂപ നമ്മൾ 2 വർക്ക് എടുത്തപ്പോ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്ത പണി ഇവരങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിലോ? നമ്മൾ ചെയ്തത് എന്താ? 2 വ്യക്തികളോട് ലീഡേഴ്സ് മുഖാന്തരം അവതരിപ്പിച്ചു കാര്യങ്ങൾ. ഇതേ കാര്യങ്ങൾ അവരും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. നിങ്ങൾ ചെയ്ത അതേ പ്രവൃത്തി അവരും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിലോ? ഇതേ പൈസ അവർക്ക് കിട്ടില്ലേ? കിട്ടുമോ? കിട്ടിയിരിക്കും. കാരണം നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ അവർക്ക് ചെയ്ത് അവർക്ക് കിട്ടണ്ടേ? പക്ഷെ ഇതൊക്കെ ആരുടെ താഴെയാണ് ഈ ബിസിനസ് നടക്കുന്നത്? ആരുടെ താഴെ? നമ്മൾ എന്ന വ്യക്തിയുടെ താഴെയാണ് ബിസിനസ് നടക്കുന്നത്. ഇവിടെ ഈ വ്യക്തി എന്ത് ചെയ്തു? 2 പേരെ കൊടുന്നു. അയാൾക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇനി 1 പേരെ കൊടുന്നു, അയാൾക്ക് റഫറൽ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. എ എന്നാളും ഒരാളെ കൊടുത്തിട്ടുണ്ടാവും, അദ്ദേഹത്തിന് റഫറൽ കമ്മീഷൻ കിട്ടിയിട്ടുണ്ടാവും. ബൈനറി ഇപ്പൊ അയാൾക്ക് കിട്ടുമോ? കിട്ടില്ല. 2 സ്ഥലത്തും ആള് വന്ന് മാച്ച് ചെയ്താൽ മാത്രമേ ഇയാൾക്ക് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടുമോ?
കിട്ടുമോ? 100% നമുക്ക് കിട്ടും. കാരണം നമ്മളെ റൈറ്റിലും ലെഫ്റ്റിലും ഓരോ വ്യക്തികൾ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മാച്ച് ചെയ്തിട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആള് വന്നിട്ടില്ലല്ലോ. ഇവിടെ ഒരാളെ വന്നിട്ടുള്ളൂ. ഇവർക്ക് റഫറൽ കമ്മീഷൻ കിട്ടി, ഇവിടെയും റഫറൽ കമ്മീഷൻ കിട്ടി. റഫറൽ കമ്മീഷൻ നമ്മൾക്ക് അർഹനല്ല. കാരണം അവർ കൊണ്ടുവന്നതായതുകൊണ്ട് അവരെ ഐ ഡി തുറന്നിട്ട് അവരെ ഐ ഡിയിലാണ് വെച്ചെടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെ മാച്ചിങ് ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരാ യോഗ്യൻ? നമ്മളാണ് യോഗ്യത നേടിയുള്ളത്. അപ്പൊ നമ്മളിവിടെ പണിയെടുത്തത് എന്താ? നല്ല രണ്ട് വ്യക്തികളെ, സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ, പല വ്യക്തികളും പറയണത് കേൾക്കാറുണ്ട്, എനിക്ക് ഒരാളെ കിട്ടാറില്ല, എനിക്കൊന്നിനും ആളെ കിട്ടില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞ പണിയല്ല അത്. ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട്, നമ്മളൊന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നാളെ ഇല്ലാതായി കഴിഞ്ഞാൽ, നമ്മളെ പിടിക്കുന്ന കട്ടിലിൽ പിടിക്കുന്ന ഒരു 4 ആളെങ്കിലും ചുമക്കാണ്ടാവും. അത് നമ്മളെ വേണ്ടപ്പെട്ടവരാവൂലേ? നമ്മൾ മാറ്റി നമ്മൾ എനിക്ക് സാധിക്കില്ല, എനിക്ക് കഴിയില്ല, ഇതൊന്നും കഴിയില്ല, ഞാൻ ഈ പറഞ്ഞ പണി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറായി, നിങ്ങളെ സുഹൃത്തുക്കളെ, ജസ്റ്റ് സുഹൃത്തുക്കളെ എന്ത് ചെയ്യണം? നിങ്ങളെ ലീഡേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. കാരണം വരുമാനം ഉണ്ടാക്കുന്നത് ആരാവശ്യ? നമ്മളാവശ്യ. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തികൾ പിന്നെയും ആളെ കൂട്ടും, ഇവിടെ ആളെ കൊണ്ടുവരും. ഇവിടെ ആളെ കൊണ്ടുവരുമ്പോ, ഇവിടെയും ആളെ കൊണ്ടുവരുമ്പോ ഇദ്ദേഹത്തിന് മാച്ചിങ് ബോണസ് കിട്ടുന്നു, ഇദ്ദേഹത്തിന് മാച്ചിങ് ബോണസ് കിട്ടുന്നു. നമുക്കോ വീണ്ടും ഇവിടെ ഒരാൾ വന്നു, വീണ്ടും ഇവിടെ ഒരാൾ വന്നു. ഇപ്പൊ ഇത് മാച്ച് ചെയ്തില്ലേ? എത്രയാണോ മാച്ച് ചെയ്ത്, ഇപ്പൊ 1 ലക്ഷം 1 ലക്ഷം വെച്ചാൽ പിന്നെ വീണ്ടും നിങ്ങൾക്ക് എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ടാവും? 10,000. അങ്ങനെ നമുക്ക് ഒരു ദിവസം ഇങ്ങനെ ടീമിലൂടെ $10,000 മാച്ച് ചെയ്യുമ്പോ നമുക്ക് കിട്ടാവുന്ന മാക്സിമം തുക എത്ര അറിയോ നിങ്ങൾക്ക്? ഒരു ഐഡിയിലൂടെ അറിയോ? അറിയെങ്കിൽ ഒന്ന് കമന്റ് അയക്കോ. 90,000 രൂപ ഒരു ഐഡിയിലൂടെ കേട്ടാ. 90,000 രൂപ. 90,000 രൂപ ഇൻറ്റു 30. ബൈനറി റഫറൽ വാങ്ങാൻ കമ്പനി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തരുന്ന ROI മാത്രമാണ് 10, 10, 100, 1000, 10,000, 27,000 ആയിട്ടുള്ളൂ സാറേ. 27 ലക്ഷമാണ് നമുക്കൊരു മാസം ഏൺ ചെയ്യാൻ പറ്റുന്നത് കമ്പനി നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇത് 90,000 ആക്കണോ 1000 ആക്കണോ എന്നുള്ളത്. നിങ്ങൾക്ക് എത്ര ഐഡി വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, എത്ര ഐഡിയിലൂടെ വേണമെങ്കിലും വരുമാനം കഴിക്കാം. ഒരു മെയിലിലൂടെ ഒരു ജിമെയിൽ ഐഡിയിലുണ്ടെങ്കിൽ 10 ഐഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഭാര്യയുടെ പേരിലും കുട്ടികളുടെ പേരിലും ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം വരുമാനം ഉണ്ടാക്കാനാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്ലാനൊക്കെ എത്ര ഉള്ളൂ? നമ്മൾ പ്ലാനിലൊന്നല്ല, പ്ലാനൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുതരാം. നിങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കാൻ പറ്റിയ 10 പേര് നിങ്ങളെ കൂടെ ഉണ്ട്, ടോപ്പ് 10 പറഞ്ഞ ലീഡേഴ്സ്. ആദ്യം വേണ്ടത് നിങ്ങൾ എന്താണ് സിസ്റ്റം ഒന്ന് പഠിക്കുക. അപ്പെക്സ് ടോക്കൺ എന്താ നിങ്ങൾ വ്യക്തമായി പഠിക്കുക. ഇതുപോലുള്ള മീറ്റിങ്ങുകൾ കയറുക. എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്താണ് അപ്പെക്സ് ടോക്കൺ, എത്ര എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, ഏതൊക്കെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് വെറുതെ ഗൂഗിളിൽ ഒന്ന് കയറിയിട്ട് അപ്പെക്സ് ടോക്കൺ എന്ന് അടിക്കുക. എന്നാൽ അപ്പെക്സ് ടോക്കൺ ലിസ്റ്റ് എടുത്തു ചോദിക്കുന്നത് ഇങ്ങോട്ട് കാണിച്ചു തരും. അതൊക്കെ രജിസ്ട്രേഷൻ, അപ്പെക്സ് ടോക്കൺ രജിസ്ട്രേഷൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കൂ. എല്ലാം വളരെ വ്യക്തമായിട്ട് കറ കളയാതെ എഴുതിയിട്ട് അത്രയും വൃത്തിയിൽ നമുക്ക് കാണാം. ആദ്യം ചെയ്യേണ്ടത് കിട്ടിയ അവസരത്തെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കുക. ഈ പ്ലാൻ കേട്ടത് നിങ്ങളാണ്. നാളെ ഒരു തൊട്ടടുത്തൊരു പോലീസുകാരുണ്ടാവും, അയാൾ നമ്മളെക്കാൾ വിദ്യാഭ്യാസം ഉണ്ടാവും, സംഭവം ശരിയാ, പക്ഷെ കേട്ടത് നിങ്ങളാണ്. ഈ സംഭവം അദ്ദേഹത്തിന് അറിയില്ല. കാരണം മാർക്കറ്റിൽ പല ഉടായ്പ നടന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പൈസയൊക്കെ പോയിട്ടുണ്ടാവും. ഈ സംഭവം കേട്ടത് നിങ്ങളാണ്. ഇതിന്റെ വ്യക്തമായ ധാരണയോട് കൂടി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹത്തിന് അപേക്ഷ ഒന്നും കേട്ടിട്ടുണ്ടാവില്ലായിരുന്നു. അയാളോട് ചോദിക്കുക, സാറേ ഒരു ക്രിപ്റ്റോമായി ബന്ധപ്പെട്ടിട്ടാ. കുട്ടി അതിനൊന്നും പോയി മെനക്കെടണ്ട, വെറുതെ കാശ് കളയണ്ടാണ്. നമ്മൾ ഗതി മുട്ടിയിട്ട് ഒരു 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ പറ്റിയിട്ട് വന്നതായിരിക്കും. ആ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങളെ ലൈഫിലെ ഒരു നല്ലൊരു അവസരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, സ്വയം മനസ്സിലാക്കുക, സ്വയം തീരുമാനം എടുക്കുക. മറ്റുള്ളവരുടെ നമ്മളെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ കാൽച്ചോട്ടിൽ പണയം വെക്കാനുള്ളതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുക്കുന്ന തീരുമാനമാണ് എന്റെ വിജയം. മറ്റുള്ളവരൊന്നും അവിടെ എന്തു പറയുന്നോ, മറ്റുള്ളവർ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു വിധത്തിലും ഞാൻ എന്നെ ഏൽക്കാറില്ല. എന്റെ തീരുമാനമാണ് എന്റെ വിജയത്തിന് ഞാൻ നോക്കുന്നത്. എന്റെ ടീമിന്റെ കൂടെ നിന്നിട്ട് കട്ടയ്ക്ക് നിന്ന് ഈ ടോപ്പ് 10ന്റെ കൂടെ നിങ്ങൾ ഓരോരുത്തരും നിൽക്കുക തയ്യാറാണെങ്കിൽ ഉറപ്പിച്ചു പറഞ്ഞോളൂ, ഈ വർഷം 2025 6 മാസം ആകുമ്പോൾ നിങ്ങൾ ആരൊക്കെ നിങ്ങളെ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ?
നിങ്ങളൊക്കെ വിജയിച്ചിരിക്കണം. ഒരു തർക്കമില്ല. 100% സിൻസിയർ ആയിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തിയിൽ 100% തന്റെ അടുത്തോടുകൂടി പ്രവർത്തിക്കണം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നെറ്റ്വർക്കറാണെന്ന് പറയുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി നമ്മൾ പറയരുത്. ഞാൻ അപ്പെക്സ് ടോക്കണാണ് ഏറ്റെടുത്തിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്റെ സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കൂ. ഞാൻ എഴുതി വിടാറുണ്ട് ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന്. പല ആളുകളും പറയുന്നത് നിനക്ക് ഭയങ്കര ഇതാട്ടോന്ന്. എന്റെ തീരുമാനമാണത്. മറ്റുള്ളവരുടെ മുമ്പിലല്ല ഞാൻ പണം വെക്കുന്നത്. അവിടെ നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് നമ്മളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായ സുഹൃത്തുക്കളെ, ഈ പ്ലാനൊക്കെ ഇനിയും വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. വ്യക്തമായി മനസ്സിലാക്കി ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ടോപ്പ് 10 ലീഡേഴ്സ് നിങ്ങളെ കട്ടയ്ക്കൊപ്പുണ്ട്. നമ്മളെ പിന്നെ അരുൺ സാർ ഉണ്ടായിരിക്കും, നമ്മളെ MD അഭിജിത്ത് മാണി സാർ നമ്മളെ കൂടെ ഉണ്ടാവും. വരുന്ന ടൂർ പ്രോഗ്രാമുകൾ നമ്മൾ കാശുണ്ടാക്കിയാൽ മാത്രം പോരാ, നമുക്ക് എൻജോയ്മെന്റുകൾ കമ്പനി തരുന്നുണ്ട്. അടുത്ത് ഗോവ ട്രിപ്പ് അച്ചീവ് ഉണ്ട്, ശ്രീലങ്കയിലേക്ക് ട്രിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾക്കൊക്കെ പോകാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമ്മളെ കമ്പനി നമുക്ക് വാരിക്കോരി തരുന്നുണ്ട്, പൈസ വാരിക്കോരി തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് അവസരം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി ഏറ്റെടുക്കാൻ ഞങ്ങളെ കൂടെ കൈ തരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ആ കൈ ഉറുക്കെ പിടിച്ച് ഞങ്ങൾ നിങ്ങളെ കൂടെ കട്ടയ്ക്കുണ്ടാവും. ഏത് സമയത്ത് നിങ്ങളെ കൂടെ ബിസിനസിന്റെയും പ്ലാനിനും വേണ്ടിയിട്ട് നിങ്ങളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഒരു ബിസിനസ് അവസരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ജയ് ഹിന്ദ്. ഓക്കെ.